നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു കാര്യം കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഫേസ്ബുക്ക് വഴി ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ വെരിക്കോസിൽ ഓപ്പറേഷൻ ചെയ്തു, 2 വശവും ചെയ്തു. എത്രയോ വർഷങ്ങളായി, 6 മാസമായി. 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സെമൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗണ്ടിന് വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടില്ല. പിന്നെ തടിപ്പ് അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും കാരണമുണ്ടോ? വെരിക്കോസിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകാം. 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകാമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ബാക്കി അദ്ദേഹം മൈൽഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. സെമൻ അനാലിസിസ് ചെയ്തപ്പോൾ പഴയ പോലെ തന്നെ ഉള്ള കൗണ്ടാണ് ഇപ്പോഴും കാണുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വെരിക്കോസിൽ സർജറി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ട ഒരു സർജറിയാണ്. ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർ വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് അനസ്തീഷ്യ കൊടുത്തിട്ട് അതിനുള്ള ആവശ്യത്തിനുള്ള സമയം എടുത്ത് വേണം ഈ ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. പലപ്പോഴും പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ പല സ്ഥലത്തും ഇത് ലാസ്റ്റ് കേസായിട്ട് ചെയ്യും. വെരിക്കോസിൽ ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് കേസായിട്ട്, മറ്റേ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്യും. മോസ്റ്റ് അൺട്രെയിൻഡ് പേഴ്സൺ ആയിരിക്കും ഈ വെരിക്കോസിൽ സർജറി ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ വെരിക്കോസിൽ ഈ വെയിൻസൊക്കെ എല്ലാ വെയിൻസും ചിലപ്പോൾ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാതെ വരും. ചിലത് ചിലപ്പോൾ മിസ് ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് വെരിക്കോസിൽ സർജറി ചെയ്യുമ്പം 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, ഈ വെരിക്കോസിൽ ഉണ്ടാകാനുള്ള കാരണം എപ്പോഴും ടെസ്റ്റിക്കുലർ വെയിൻ ആകണമെന്നില്ല. ചിലപ്പോൾ ടെസ്റ്റിക്കുലർ വെയിൻ നോർമലായിരിക്കും. വേറെ അതിനോട് ചേർന്ന വേറെ 3 സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. വേറെ എന്തെങ്കിലും ഈ വെയിൻസ് വാസ് ഡിഫറൻസിൻ്റെ കൂടെയുള്ള വെയിൻസോ അല്ലെ അതായിരിക്കും ചിലപ്പോൾ അബ്നോർമൽ. അങ്ങനെയുള്ളവർക്ക് ഈ ടെസ്റ്റിക്കുലർ വെയിൻ മാത്രം ലഗേറ്റ് ചെയ്താൽ ഉള്ളത് മോശമാകത്തേ ഉള്ളൂ. കാര്യം ഏതാ അസുഖമുള്ള വെയിൻ എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കണം. ആ 3 ഗ്രൂപ്പിൽ ഏതാണെന്നുള്ളത് നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് ഡോപ്ലർ സ്റ്റഡിയൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. അത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു കാരണമായിട്ടുള്ള വെരിക്കോസ് വെയിൻസാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. 2, നമ്മളിപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് ചിലപ്പോൾ എല്ലാ വെയിൻസും ചിലപ്പോൾ വിസിബിൾ ആകണമെന്നില്ല. ചിലപ്പോൾ ഈ കിടന്ന് കഴിയുമ്പോഴും അനസ്തീഷ്യ കൊടുത്ത് കഴിഞ്ഞൊക്കെ പേഷ്യൻ്റ് കിടക്കുമ്പോൾ ചിലപ്പം പല വെയിൻസും കൊളാപ്സ്ഡായിട്ട് കിടക്കും. അപ്പോൾ കൊളാപ്സ്ഡായിട്ട് കിടക്കുന്ന വെയിൻ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല, കാണണമെന്നില്ല, ചിലപ്പോൾ അത് നമ്മുടെ കൺമുമ്പിൽ വന്നിടണമെന്നില്ല. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൈക്രോ സർജറി ടെക്നിക്കൊക്കെ വെച്ചിട്ട് MSV എന്ന് പറയും. അങ്ങനെയുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഓരോ അഫക്റ്റഡ് വെയിൻസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോന്നോരോന്നായിട്ട് നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റും, അത് ലഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 2-3 കാരണങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വെയിൻസ് എല്ലാം അതുപോലെ തന്നെ കിടക്കുന്നതായിട്ട് കാണുന്നു. സെമൻ അനാലിസിസ് കാര്യം നമുക്കതിനുള്ള ആ കറക്റ്റ് സിസ്റ്റം ഓഫ് വെയിനെ നമ്മൾ ടാക്കിൾ ചെയ്യാതെ പോയാൽ ചിലപ്പോൾ അത് ഈ വെരിക്കോസിൽ അങ്ങനെ തന്നെ നിൽക്കും. ചിലപ്പം ആവശ്യമില്ലാത്തൊരു വെയിനാണ് നമ്മൾ ലഗേറ്റിങ് ചെയ്തപ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടിയൊന്നും ഇരിക്കാം. അതുകൊണ്ട് ഈ മൈക്രോ സർജറിയാണ് ഇപ്പോഴും ഏറ്റവും നല്ലത്. അപ്പോൾ ഏതൊക്കെ വെയിൻസാണ് അത് അഫക്റ്റഡ് ആണെന്ന് അത് നമ്മൾ കണ്ടുപിടിച്ചത് ചെയ്യണം. പക്ഷേ ടൈം കൺസ്യൂമിങ് ആയിരിക്കാം. എപ്പോഴും കുറച്ചുകൂടെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തും നല്ല ഫെസിലിറ്റീസ് ഉള്ളിടത്തും ചെയ്യുന്നതാണ് ഈ വെരിക്കോസിൽ സർജറിയുടെ റിസൾട്ട് മെച്ചമാകുന്നത്. എല്ലാ സ്ഥലത്തും ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും എക്സ്പെർട്ടൈസ് ഉള്ള സ്ഥലത്ത് ഇത് ചെയ്യണം. അതുകൊണ്ടാണ് ഈ റിസൾട്ട്സ് ഏകദേശം ഒരു 40 to 60% റിസൾട്ട്സ് നല്ലതാകും. പ്രഗ്നൻസി റേറ്റൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് വെരിക്കോസിൽ സർജറി ചെയ്യുമ്പം നമ്മൾ ആലോചിച്ചിട്ട് ഏറ്റവും ഫെസിലിറ്റീസ് ഉള്ള സ്ഥലത്ത് ചെയ്യുന്നതാണ് നല്ലത്. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.